അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഇതെന്താ എൻ്റെ മുന്നിലൊരു ബോക്സ് ആണല്ലേ. ന്യൂ ഇയർ ആയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടുക പറഞ്ഞാൽ നമുക്ക് ആർക്കാ സന്തോഷമില്ലാണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഏട്ടനെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റാട്ടോ. 1-ാം തീയതി ന്യൂ ഇയർ ഫ്രണ്ടിന് കൊടുക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവർക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അവിടെ നിന്നേ അത് ബോക്സൊക്കെ പൊളിച്ചവർ നോക്കിയിരിക്കണം എന്താ ഗിഫ്റ്റ് എന്ന്. അതുകൊണ്ട് അൺബോക്സിങ് വീഡിയോ എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇന്നലെ ഏട്ടൻ വരുമ്പോൾ ഇതൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം എനിക്ക് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ എന്താ നല്ല രസമല്ലേ. ഇത് ഏട്ടന് ന്യൂ ഇയർ ആയിട്ട് കിട്ടിയ ഗിഫ്റ്റാട്ടോ. ഇതുപോലെ തന്നെ ഇതൊരു പെൻസിലാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ സ്കൂളിൽ, ഉണ്ണിയുടെ സ്കൂളിൽ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കലൊന്നും ഇല്ല. പക്ഷേ അവർക്ക് എന്താന്ന് വെച്ചാൽ ഇന്നലെ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അങ്കിത്, അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അവനും കിട്ടി ഇന്നലെ ന്യൂ ഇയർ ആയിട്ടൊരു ഗിഫ്റ്റ്. പക്ഷെ ഇതൊന്നും അല്ല സംഭവം. ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടിയത് എനിക്കാണ്. ആ റാണി പത്മിനി സിനിമയിൽ മഞ്ജു വാര്യർക്ക് ഗിഫ്റ്റ് കിട്ടുന്ന പോലെ ആണെങ്കിലും അത് കൂടുതൽ നമ്മളാണ് ഉപയോഗിക്കുക എന്നുള്ളത് കൊണ്ട് ഇന്നലെ ന്യൂ ഇയർ ആയപ്പോൾ നമ്മുടെ ഇവിടുത്തെ വാഷിംഗ് മെഷീൻ കേട് വന്നിരിക്കുകയായിരുന്നേ. അപ്പം ഇന്നലെ ന്യൂ ഇയറിന് ഏട്ടൻ ബുക്ക് ചെയ്ത വാഷിംഗ് മെഷീൻ വന്നു. LGയുടെ 7 kg ഒരു വാഷിംഗ് മെഷീൻ കേട്ടോ. അപ്പോൾ വർക്കിംഗ് ആയി തുടങ്ങിയില്ല, കാരണം അതിൻ്റെ അവിടെ പ്ലഗ് ഇല്ലാത്തതുകൊണ്ട്, ബാത്റൂമിലാണ് നമ്മളിത് സെറ്റ് ചെയ്തത്. പ്ലഗ് ഇല്ലാത്തത് കൊണ്ട് പ്ലഗ് കണക്ട് ചെയ്തിട്ട് വേണം, അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് വേണം വർക്കിംഗ് ആക്കാൻ. എന്നാലും എനിക്ക് വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് ഇത്. കാരണം ഒരുപാടുണ്ടാവും, മോൻ പോകുമ്പോഴേക്കും 8-8:30 ആകുമ്പോഴേക്കും എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്തിട്ട് എത്തുന്നില്ല. അപ്പം അതിനൊരു ഹെൽപ്പ് എന്നുള്ള തരത്തിൽ വീട്ടമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. അപ്പം ഇതായിരുന്നു ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് എനിക്കും ഏട്ടനും കുഞ്ഞിനും ഒക്കെ കിട്ടിയ ഗിഫ്റ്റ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.